2026 വേൾഡ് കപ്പിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ 2022 ഖത്തർ വേൾഡ് കപ്പ് ഫൈനൽ? ഫുട്ബോൾ ലോകം അന്നേ വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ത്രില്ലടിപ്പിച്ച് ജനങ്ങളുടെ ഹൃദയതാളത്തെ വരെ താളം തെറ്റിച്ച ഒരു രോമാഞ്ച ഫൈനലിൻ്റെ കഥ. 2022 ഡിസംബർ 18 ഖത്തറിൻ്റെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ലിയോ മെസ്സിയുടെ അർജന്റീനയും കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കളി കാണുന്നത് കോടിക്കണക്കിന് ജനസാഗരമാണ്. ഗാലറിയിൽ 10,000ങ്ങളുടെ ആർപ്പുവിളികൾ. അർജന്റീനയും ഫ്രാൻസും ആ പുൽമൈതാനത്തിലേക്ക് നടന്നു നീങ്ങുന്നു. ഒരു ഭാഗത്ത് അർജന്റീനയ്ക്കായി ആർത്ത് വിളിക്കുന്നവരും മറുഭാഗത്ത് ഫ്രാൻസിനായി ആർത്ത് വിളിക്കുന്നവരും. ഫ്രാൻസിന്റെ ലക്ഷ്യം തുടർച്ചയായ 2ാം കിരീടമാണെങ്കിൽ ഇത്തവണ ലിയോക്കായി ആ കിരീടം ഉയർത്തണം. അതിന് സ്കലോണിക്കു കീഴിൽ കച്ച കെട്ടി ഇറങ്ങിയതാണ് അർജന്റീന. ദിദിയർ ദശാംസിന്റെ ഫ്രാൻസ് ആകട്ടെ ലോറിസും പ്രതിരോധത്തിൽ തിയോ ഹെർണാണ്ടസും ഉപമക്കാനയും വരാനയും കുണ്ടിയയുമായി തകർപ്പൻ പ്രതിരോധ നിര. മധ്യനിരയിൽ റാബിയോട്ടും തുഷേമിനിയും ഗ്രീസ്മാനും. മുന്നേറ്റ നിരയിൽ ഏവരെയും വിറപ്പിക്കാൻ ശേഷിയുള്ള കിലിയൻ എംബാപ്പയും ഒലിവർ ജിറൂഡും ഉസ്മാനെ ഡെംബലയും. അർജന്റീനക്കായി കാവൽ മാലാഖയായി അവതരിക്കാൻ എമിലിയാനോ മാർട്ടിനസ്. പ്രതിരോധത്തിൽ ടാഗ്ലിയാഫിക്കോ, ഓട്ടാമെൻഡി, ക്രിസ്റ്റ്യാനോ റൊമേറോ, നൗഹേൽ മൊളീന. മധ്യനിരയിൽ മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ഡിപോൾ, എയ്ഹെൽ ഡിമേരിയ. മുന്നേറ്റത്തിന് ചുക്കാൻ പകരാൻ ലിയണൽ മെസ്സിയും ഹൂലിയൻ അൽവരസും. അങ്ങനെ ഇരു ടീമുകളും തങ്ങളുടെ ഏറ്റവും മികച്ച 11 പേരെ കളത്തിലേക്ക് ഇറക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ലുസൈൽ സ്റ്റേഡിയത്തിലേക്ക് പതിയുന്നു. ഫ്രാൻസിൻ്റെ ആദ്യ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനയുടെ മുന്നേറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അർജന്റീന നിരന്തരം ഫ്രാൻസിന് ഭീഷണിയായിക്കൊണ്ട് നിരന്തരം ഫ്രാൻസിൻ്റെ ഗോൾ പോസ്റ്റിൻ്റെ ഗോൾ മുഖങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മത്സരത്തിന് 5 മിനിറ്റ് പ്രായമാകുമ്പോഴേക്കും മാക്കലിസ്റ്ററിൽ നിന്നും ഹൂലിയൻ അൽവരസിൽ നിന്നുമെല്ലാം മുന്നേറ്റങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടേയിരുന്നു. മുന്നേറ്റങ്ങൾ നയിക്കുന്നത് സൂപ്പർ താരം ലിയോ മെസ്സിയാണ്. മിനിറ്റുകൾ ഇടവിട്ടുകൊണ്ട് ഫ്രാൻസിൻ്റെ ബോക്സിലേക്ക് അർജന്റീൻ താരങ്ങൾ ഓരോന്നായി ഇരച്ചു കയറിക്കൊണ്ടിരുന്നു. ഓരോ തകർപ്പൻ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ. ഹൂലിയൻ അൽവരസും ഡിമേരിയയും ലിയോ മെസ്സിയും മാക്കലിസ്റ്ററുമെല്ലാം മാറിക്കൊണ്ട് ഫ്രാൻസിൻ്റെ ഗോൾ മുഖം വിറപ്പിച്ചു കൊണ്ടിരുന്നു. സമയം ടൈം ക്ലോക്കിൽ വെറും 7 മിനിറ്റ് മാത്രം പ്രായമാകുമ്പോഴേക്കും ഫ്രാൻസ് ഒന്ന് വിറച്ചിരുന്നു. കാരണം പന്ത് കൈവശം വെക്കുന്നതിലും ഷോട്ട് എതിർക്കുന്നതിലും എല്ലാം അർജന്റീന തന്നെയാണ് സർവാധിപത്യം പുലർത്തിയത്. ടൈം ക്ലോക്കിൽ മത്സരത്തിന് 16 മിനിറ്റ് പ്രായമാകുമ്പോൾ മെസ്സിയിൽ നിന്ന് മൊളീനയിലേക്ക് മനോഹര ത്രൂബോൾ. പന്ത് സ്വീകരിച്ച നൗഹേൽ മൊളീന ബോക്സിലേക്ക് പന്തിനെ കട്ട് ചെയ്ത് നൽകുന്നു. പന്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ലിയണൽ മെസ്സി തക്കം പാർത്തിരുന്ന ഡിമേരിയയുടെ ഷോട്ട്. പക്ഷേ പോസ്റ്റുമായി എത്രയോ അകന്നാണ് പന്ത് പോയത്. മത്സരത്തിൻ്റെ 16ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് സുവർണ അവസരം. ആദ്യം ഒരു അർജന്റീൻ 30 യാർഡ് ബോക്സിലേക്ക് അവർ കയറിയതു തന്നെ ആദ്യത്തെ 15 മിനിറ്റിന് ശേഷമാണ്. ഇത്രയും നേരം അർജന്റീൻ മുന്നേറ്റങ്ങൾ മാത്രമാണ് കണ്ടത്. അങ്ങനെ പതിയെ ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾ ഓരോന്നായി കാണാൻ തുടങ്ങി. 18ാം മിനിറ്റിൽ തിയോ ഹെർണാണ്ടസിനെ വീഴ്ത്തിയതിന് ഫ്രാൻസിന് മനോഹരമായ ഫ്രീ കിക്ക്. പക്ഷേ ആ ഹെഡർ, ജിറൂഡിൻ്റെ ഹെഡറിന് അർജന്റീൻ ഗോൾ വല ചലിപ്പിക്കാനായില്ല. ഒന്ന് അകന്നാണ് പന്ത് പുറത്തു പോകുന്നത്. മത്സരത്തിന് 20 മിനിറ്റ് പ്രായമാകുമ്പോൾ ഇടത് വിങ്ങിൽ നിന്ന് മാലാഗ ഡിമേരിയ കട്ട് ചെയ്ത് ഫ്രാൻസ് ബോക്സിലേക്ക് കയറുന്നു. എന്നാൽ ഉസ്മാനെ ഡെംബലെ ഡിമേരിയയെ ബോക്സിൽ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. പെനാൽറ്റി ഫോർ അർജന്റീന. അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റിക്കായി റഫറി കൈവിരൽ സ്പോട്ടിലേക്ക് ചലിപ്പിക്കുന്നു. അതെ, എയ്ഹെൽ ഡിമേരിയെ വീഴ്ത്തിയതിന് അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചിരിക്കുന്നു. പെനാൽറ്റി എടുക്കുന്നത് നായകൻ ലിയോ. റഫറിയുടെ വിസിൽ. ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ പന്തിനെ വലതുമൂലയിൽ നിക്ഷേപിച്ചുകൊണ്ട് അർജന്റീന വേൾഡ് കപ്പ് ഫൈനലിൽ സ്കോർ ചെയ്തിരിക്കുന്നു. നായകൻ ലിയോ മെസ്സി സ്കോർ ചെയ്തിരിക്കുന്നു. ജനസാഗരങ്ങൾ സാക്ഷിയാണ്. ഇതാ ലിയോ താങ്കളുടെ അർജന്റീനയെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മുന്നിലെത്തിച്ചിരിക്കുന്നു. ഫ്രാൻസ് ഗോൾ കീപ്പർ ലോറിസിന് ഒരവസരവും നൽകാതെ പെനാൽറ്റി ആ നെയ്ലോൺ വലകൾ ചുംബിച്ചിരിക്കുന്നു. തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചു. അർജന്റീന ആരവങ്ങൾ തകൃതിയായി തന്നെ ലുസൈൽ സ്റ്റേഡിയത്തിലുടനീളം കണ്ടു. പിന്നീട് അർജന്റീനയുടെ കോൺഫിഡൻസ് ആണ് കണ്ടത്. സ്കലോണി ആശാന്റെ ഹൈ പ്രസിംഗ് സിസ്റ്റം ഫ്രാൻസിന് വർക്കാകാതെ വരുന്നു. ഫ്രാൻസിന് മേൽ അർജന്റീനയുടെ സർവാധിപത്യമാണ് കണ്ടത്. ഹൈ പ്രസിംഗ് ഫുട്ബോളിലൂടെ ഫ്രാൻസിൽ നിന്ന് പന്ത് മുഴുവൻ അർജന്റീന റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നു. ലിയണൽ മെസ്സിയുടെ മനോഹരമായ ട്രിപ്പിൾ അറ്റംപ്റ്റുകൾ കണ്ടെങ്കിലും ബോക്സിലേക്ക് കടന്നുകയറാൻ മെസ്സിക്കുമാകുന്നില്ല. തിയോ ഹെർണാണ്ടസിന്റെ കടുത്ത ബ്ലോക്ക്.
ഇടവിട്ട ഓരോ നിമിഷവും ഫ്രാൻസിന്റെ ഗോൾ മുഖം അർജന്റീൻ മുന്നേറ്റങ്ങളാൽ വിറച്ചു. പലതവണ ഫ്രാൻസ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. കളി കണ്ട എല്ലാവരും പറയാൻ തുടങ്ങി അർജന്റീൻ സർവാധിപത്യമാണ് കാണുന്നതെന്ന്. മത്സരത്തിന്റെ 35-ാം മിനിറ്റ് അർജന്റീനയുടെ ക്യുക്ക് കൗണ്ടർ. പന്ത് മെസ്സി നേരെ ഹൂലിയനിലേക്ക്. ഹൂലിയൻ ടു മാക്കലിസ്റ്റർ. തക്കം പാർത്തിരുന്ന മാക്കലിസ്റ്റർ പന്ത് മരിയയിലേക്ക് മാറ്റുന്നു. പിന്നെ കാണുന്നത് പന്ത് ഗോൾ വലയിലാണ്. മത്സരത്തിന്റെ 35 മിനിറ്റ് പ്രായമാകുമ്പോൾ അർജന്റീൻ സർവാധിപത്യം. അർജന്റീന 2 ഫ്രാൻസ് 0. ഇതാ വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീന 2 ഗോളുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ചരിത്ര നിമിഷം. ലിയോയും കൂട്ടരും ഇത്തവണ വേൾഡ് കപ്പ് തൂക്കുമോ? ഇതാ ഫ്രാൻസിനെതിരെ 2 ഗോളിനാണ് സ്കലോണിയുടെ നീലപ്പട മുന്നിലെത്തിയിരിക്കുന്നത്. മെസ്സി ടു ഹൂലിയൻ. ഹൂലിയൻ ടു മാക്കലിസ്റ്റർ. മാക്കലിസ്റ്റർ ടു എയ്ഹെൽ ഡിമാരിയ. ഡിമാരിയയുടെ ക്ലിയർ ഫിനിഷിംഗ്. ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ പന്ത് വലയിൽ. തിങ്ങി നിറഞ്ഞ ആൽബിസ്ലെനാസ്റ്റ് ആരാധകരുടെ അണപൊട്ടി വീണ നിമിഷം. കാരണം അവരുടെ സ്വന്തം രാജ്യമായ അർജന്റീന 2 ഗോളുകൾക്കാണ് മുന്നിലെത്തി നിൽക്കുന്നത്. അങ്ങനെ ആദ്യ പകുതിയുടെ 7 മിനിറ്റ് എക്സ്ട്രാ ടൈമും അവസാനിച്ച് 2 ഗോളുകൾക്ക് അർജന്റീനയുടെ ശക്തമായ ലീഡ്. ഫ്രാൻസ് തിരിച്ചു വരുമോ? ലോകം കാത്തിരുന്നു. അല്ലെങ്കിൽ ലിയോ മെസ്സി ആ ലോക കിരീടത്തിൽ ചുംബിക്കുമോ? അങ്ങനെ അർജന്റീനയുടെ ടച്ചോട് കൂടി മത്സരത്തിന്റെ 2ാം പകുതിക്ക് തുടക്കം കുറിക്കുന്നു. അർജന്റീനക്ക് നിർത്താൻ ഒരു ഭാവവുമില്ലായിരുന്നു. തുടക്കത്തിൽ തന്നെ ഹൂലിയൻ അൽവരസിന്റെ മുന്നേറ്റം കണ്ടാണ് 2ാം പകുതി തുടങ്ങുന്നത് തന്നെ. വീണ്ടും ഗോളെന്ന് ഉറപ്പിച്ചുള്ള അവസരം. പക്ഷേ ഭാഗ്യം കൊണ്ട് ലോറിസ് അത് രക്ഷപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അർജന്റീന 3 ഗോളുകൾക്ക് മുന്നിലായേനെ. വീണ്ടും അർജന്റീനയുടെ മനോഹരമായ മുന്നേറ്റം. പക്ഷേ ഇത്തവണ നിർഭാഗ്യവശാൽ മെസ്സിയുടെ ഷോട്ട് ടാർഗറ്റിലേക്ക് എത്തുന്നില്ല. ഗോൾ വല ചലിച്ചെന്ന് അർജന്റീനൻ ആരാധകരെല്ലാവരും ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ കൃത്യമായ ബ്ലോക്കിംഗ്. അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ മാത്രമാണ് കാണുന്നത്. ലിയോ മെസ്സി, പിന്നെ കോർണർ കിക്ക്, അങ്ങനെ ഓരോരോ മുന്നേറ്റങ്ങൾ. പക്ഷേ ഫ്രാൻസിന്റെ യാതൊരു മുന്നേറ്റവും കാണാനേ സാധിക്കുന്നില്ല. മത്സരത്തിന്റെ പ്രായം 60 മിനിറ്റിലെത്തി നിൽക്കുന്നു. ഇപ്പോഴും അർജന്റീൻ സർവാധിപത്യം മാത്രം. മത്സരത്തിന്റെ 2ാം പകുതിയിൽ സൂപ്പർ താരമായ ഡിമേരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ മത്സരം വീണ്ടും മുന്നോട്ട് തന്നെ. അർജന്റീനയുടെ നിരന്തര ആക്രമണങ്ങൾ മാത്രമാണ് കാണുന്നത്. ലോറിസിന്റെ കൃത്യമായ ഇടപെടലുകൾ മാത്രമാണ് ഫ്രാൻസിന് ആശ്വാസമേകുന്നത്. അങ്ങനെ നീണ്ട മിനിറ്റുകളുടെ ഇടവേളയ്ക്കു ശേഷം കിലിയൻ എംബാപ്പയുടെ ഒരു അറ്റംപ്റ്റ് കാണുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഗോളാകുന്നില്ല. പതിയെ ഫ്രാൻസ് കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നു. കാരണം അവർക്ക് ഈ മത്സരത്തിൽ തിരികെ വരേണ്ടതുണ്ട്. ലിയണൽ മെസ്സിയുടെയും ഡിപ്പോളിന്റെയും ഒറ്റക്കുള്ള മുന്നേറ്റവും പക്ഷെ ഗോളിൽ കലാശിക്കുന്നില്ല. പിന്നെ എൻസോ ഫെർണാണ്ടസിന്റെ മയവിൽ വിരിച്ചുള്ള ഒരു ശ്രമം കണ്ടെങ്കിലും ലോറിസിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു ആ ഷോട്ട്. മത്സരത്തിന്റെ 76-ാം മിനിറ്റ് കൊളോമുവാനിയുടെ ഒറ്റക്കുള്ള മുന്നേറ്റം അർജന്റീന സൂപ്പർ താരമായ നിക്കോളാസ് ഒട്ടാമെൻഡി ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. പെനാൽറ്റി ഫോർ ഫ്രാൻസ്. ഫ്രാൻസിന് തിരിച്ചു വരാനുള്ള അവസരം ഇതാ പെനാൽറ്റിയായി ലഭിച്ചിരിക്കുന്നു. പെനാൽറ്റി എടുക്കുന്നത് കിലിയൻ എംബാപ്പെ. ടൈം ക്ലോക്കിൽ 79 അർത്ഥമാക്കിക്കൊണ്ട് എംബാപ്പെ ഗോൾ വല ചലിപ്പിക്കുന്നു. ഫ്രാൻസ് 1 അർജന്റീന 2. എംബാപ്പയുടെ ചിറകിലേറി ഇതാ ഫ്രാൻസ് 1 ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു. ഫ്രാൻസ് ഏത് നിമിഷവും കളിക്കളത്തിലേക്ക് തിരിച്ചു വരാം. അർജന്റീന ആരാധകരുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. കൃത്യം 1 മിനിറ്റിന് ശേഷം വീണ്ടും എംബാപ്പയുടെ മുന്നേറ്റം. 1-2 കളിച്ച എംബാപ്പെ അർജന്റീൻ ഗോൾ വല വീണ്ടും ചലിപ്പിക്കുന്നു. ഇതെന്തു മറിമായം! ലിയോയുടെ മിസ്കിക്കിൽ നിന്ന് മിസ്പാസിൽ നിന്ന് വന്ന അവസരമാണ് എംബാപ്പ ഇവിടെ ഗോളാക്കുന്നത്. മത്സരത്തിന് 81 മിനിറ്റ് പ്രായമാകുമ്പോൾ ഫ്രാൻസ് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. മത്സരത്തിന്റെ 60 മിനിറ്റും കളിക്കളത്തിലുണ്ടാവാതിരുന്ന ഫ്രാൻസാണ് 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. തിങ്ങി നിറഞ്ഞ ലുസൈലിലെ അർജന്റീന ആരാധകർ നിശബ്ദരാകുന്നു. ഫ്രാൻസിന്റെ ആരാധകർ താളം പിടിക്കുന്നു. മധ്യനിരയിൽ നിന്ന് ലിയോ നഷ്ടപ്പെടുത്തിയ അവസരം ഹൂമാൻ ടു എംബാപ്പെ വഴി അങ്ങനെ ഗോളാകുന്നു. വീണ്ടും ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എക്സ്ട്രാ ടൈമിൽ ഫ്രാൻസിന് കൂടുതൽ ഉണർവ് ലഭിക്കുകയാണ്. ഫ്രാൻസിന് ഈ മത്സരം വിജയിക്കണമെന്ന അത്യപൂർവമായ ചിന്തയും ശേഷിയും എവിടെ നിന്നുവെന്നറിയില്ല. ആ 2 ഗോളിനു ശേഷം ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ മാത്രമാണ് അർജന്റീന ബോക്സുകൾ കാണുന്നത്. ഈ നിമിഷം കാണുക. 95-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ മുന്നേറ്റം. താരത്തിന്റെ ഷോട്ട് എമിലിയാനോ തടഞ്ഞിടുന്നു. പക്ഷേ രക്ഷയ്ക്കെത്തുന്നത് ക്യൂട്ടി റൊമീറോയായിരുന്നു. തൻ്റെ തുടയിലൂടെ എമിലിയാനോക്ക് പന്തിനെ കൈമാറുന്നു. ഒരു മനോഹരമായ നിമിഷം. 2-2 മത്സരം. മത്സരത്തിന്റെ അവസാന നിമിഷം ഹൂലിയൻ അൽവരസിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ലിയണൽ മെസ്സി ഒരു ലോങ് റേഞ്ചർ ട്രൈ നടത്തുന്നു.
പക്ഷേ മുടുനീളൻ ഡൈവിലൂടെ ലോറിസ് കഷ്ടപ്പെട്ട് അതിനെ രക്ഷപ്പെടുത്തുന്നു. ഗോളായെന്ന് അർജന്റീന ആരാധകർ ഉറപ്പിച്ചൊരു ഷോട്ട് ലിയോയുടെ വെടിയുണ്ടയായിരുന്നു. ലോറിസ് തട്ടിയകറ്റുന്നു. മത്സരം അവസാനിക്കുന്നില്ല. 2-2 സമനിലയിൽ. അങ്ങനെ 90 മിനിറ്റ് ശേഷിക്കുമ്പോൾ 2-2 എന്ന നിലയിൽ അർജന്റീന കൈവിട്ട കളി കളിച്ചതാണ്. കാരണം താങ്കൾ 2 ഗോളിന്റെ വ്യക്തമായ ഏടിൽ നിന്നതായിരുന്നു. കിലിയൻ എംബാപ്പെ മാജിക്കിൽ ഫ്രാൻസ് തിരിച്ചു വരുന്നു. അങ്ങനെ ഫ്രാൻസിന്റെ ടച്ചോട് കൂടി എക്സ്ട്രാ ടൈം തുടങ്ങുന്നു. വീണ്ടും അർജന്റീനയുടെ സൂപ്പർ മുന്നേറ്റം. ആരാലുമില്ലാതെ മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ലൗതാരോ മാർട്ടിനസ് ആ ഗോൾഡൻ ചാൻസ് കളഞ്ഞു കുളിക്കുന്നു. അർജന്റീന വീണ്ടും മുന്നിലെത്തിയെന്ന് തോന്നിപ്പിച്ചതായിരുന്നു. പക്ഷേ ഇല്ല. പിന്നെ നടന്ന മോണ്ടിയലിന്റെ തകർപ്പൻ ലോങ് റേഞ്ചറും ഫ്രാൻസ് പ്രതിരോധം തട്ടിയകറ്റുന്നു. സമ്മർദ്ദഘട്ടങ്ങളെ അനായാസം അതിജീവിച്ചുകൊണ്ട് അർജന്റീന തങ്ങളുടെ സമ്മർദ്ദഘട്ടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഫ്രാൻസിന്റെ ബോക്സിലേക്ക് വീണ്ടും ഇരച്ചു കയറി. രണ്ടാം പകുതിയിൽ ഫ്രാൻസിന് ഒരവസരവും നൽകരുതെന്ന് സ്കലോണി പറഞ്ഞു കാണണം. കാരണം അർജന്റീന മുന്നേറ്റങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ടൈമിലുടനീളം കണ്ടത്. മത്സരത്തിലെ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയുടെ അവസാന നിമിഷം ഗോളെന്ന് ഉറപ്പിച്ച അവസരം. പക്ഷേ നിർഭാഗ്യവശാൽ അതും ഗോളാകുന്നില്ല. ലൗതാരോ മാർട്ടിനസിന്റെ സുവർണാവസരമായിരുന്നു അത്. അതും ഗോളാക്കാൻ ലൗതാരോക്ക് സാധിക്കുന്നില്ല. അദ്ദേഹം വീണ്ടും ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. സ്കോർ ബോർഡിൽ 2-2 മാത്രം. ലുസൈൽ സ്റ്റേഡിയം നിശബ്ദമാണ്. കാരണം ആരാണ് വിജയിക്കുക എന്ന് ഇപ്പോഴും അറിയില്ല. ഇനി നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു 15 മിനിറ്റ് കൂടി. അതിനുശേഷം പെനാൽറ്റി. ലിയണൽ മെസ്സിയുടെ തകർപ്പൻ ഷോട്ട് രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ഗോൾ കീപ്പർ ലോറിസ് തടഞ്ഞകറ്റുന്നു. വീണ്ടും അർജന്റീന മുന്നിലെത്തിയെന്ന് തോന്നിപ്പിച്ചതായിരുന്നു. മത്സരത്തിന്റെ 108-ാം മിനിറ്റ്. അർജന്റീനയും ലൗതാരോയും മെസ്സിയും ചേർന്നൊരു മുന്നേറ്റം. മെസ്സിക്കൊടുവിൽ ലൗതാരോയുടെ ഷോട്ട് ലോറിസ് തട്ടിയകറ്റി. പക്ഷേ മെസ്സിയിലേക്ക്. മെസ്സി ഗോൾ വല ചലിപ്പിക്കുന്നു. അർജന്റീന 3 ഫ്രാൻസ് 2. ഓഫ് സൈഡ് ട്രാപ്പ് എന്ന് ഫ്രാൻസ് കരുതിയെങ്കിൽ ലിയോയുടെ അതിബുദ്ധിയാണ്. ലിയോ ഗോൾ അടിക്കുന്നു. അർജന്റീന ആരാധകരും സഹതാരങ്ങളും ഓഫ് സൈഡ് എന്ന് കരുതിയെങ്കിൽ മെസ്സിക്ക് പിഴച്ചില്ല. മെസ്സി അത് ഗോളെന്ന് ഉറപ്പിച്ചു. അത് തന്നെ വാർ സിസ്റ്റം തെളിയിക്കുകയും ചെയ്തു. ലിയോ നേടിയത് ഗോളാണ്. മെസ്സിയുടെ ഗോളിൽ മാലാഗയുടെ കണ്ണ് നിറഞ്ഞു. തിങ്ങി നിറഞ്ഞിരുന്ന ലുസൈൽ സ്റ്റേഡിയത്തിലെ ആൽബിസെലെസ്റ്റൻ ആരാധകർ വിങ്ങിപ്പൊട്ടി. താങ്കളുടെ ടീം ഇതാ എക്സ്ട്രാ ടൈമിന്റെ അവസാന ഘട്ടത്തിൽ ഒരു ഗോളിന് മുന്നിലെത്തിയിരിക്കുന്നു. അങ്ങനെ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ ഫ്രാൻസിന്റെ മുന്നേറ്റം. ഫ്രാൻസ് താരത്തിന്റെ ഷോട്ട് അർജന്റീൻ താരത്തിന്റെ കയ്യിൽ തട്ടുന്നു. പെനാൽറ്റി ഫോർ ഫ്രാൻസ്. എംബാപ്പയുടെ ഷോട്ടാണ് മോണ്ടിയലിന്റെ കയ്യിൽ തട്ടുന്നത്. മങ്ങിമറഞ്ഞ നിർഭാഗ്യം അർജന്റീനയെ വേട്ടയാടുമോ? ഫ്രാൻസിനായി പെനാൽറ്റി കിക്ക് എടുക്കുന്നത് എംബാപ്പയാണ്. അടിച്ചാൽ സ്കോർ ബോർഡിൽ ഫ്രാൻസിനും 3 എഴുതാം. സ്കോർ ബോർഡ് 3-3 അങ്ങനെ റഫറിയുടെ വിസിൽ. എംബാപ്പെ പന്തിലേക്ക് പാഞ്ഞെടുക്കുന്നു. എംബാപ്പയുടെ കിക്ക്. പക്ഷേ എമിലിയാനോക്ക് ഒരവസരവും നൽകാതെ പന്ത് വലയിൽ. തിങ്ങി നിറഞ്ഞിരുന്ന ഫ്രാൻസ് ആരാധകരുടെ ആഹ്ലാദം അതിരിവിടുന്നു. എമിലിയാനോ ആ പന്ത് തട്ടിയകറ്റുമെന്നുള്ള പ്രതീക്ഷകൾക്ക് എംബാപ്പെ വില കൊടുക്കുന്നില്ല. എംബാപ്പയുടെ ഷോട്ട് ഗോൾ വലയിൽ ചെന്ന് പതിക്കുന്നു. ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാതെ വെച്ച് ഒരു ക്ലാസിക് ഫൈനൽ. പക്ഷേ അർജന്റീന തളർന്നില്ല. അർജന്റീന മുന്നേറ്റ നിര വീണ്ടും അവിടേക്ക് ഇരച്ചു കയറിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഗോൾ മാത്രം പിറന്നില്ല. മത്സരത്തിൻ്റെ അവസാന സെക്കൻഡ് അങ്ങനെ വിശേഷിപ്പിക്കാനാകൂ. മധ്യനിരയിൽ നിന്നുള്ള ഹൈബോൾ കോളോ മുവാനിയെ തേടിയെത്തുന്നു. അർജന്റീൻ പ്രതിരോധത്തെ അനായാസം മറികടന്ന് പന്ത് കോളോ മുവാനിയിലേക്ക്. കോളോ മുവാനിയുടെ മുന്നിൽ ഗോൾ കീപ്പർ മാത്രം. അത് കഴിഞ്ഞാൽ ഗോൾ വലയാണ്. പക്ഷേ കോളോ മുവാനിയുടെ ഷോട്ട് നമ്മുടെ എമിലിയാനോ തട്ടിയകറ്റുന്നു. വീണ്ടും ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ഗോളടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ തിങ്ങി നിറഞ്ഞ ആ സ്റ്റേഡിയം നിശബ്ദമാവുകയാണ്. ആര് വിജയിക്കും? റഫറിയുടെ ഫൈനൽ വിസിൽ. സ്കോർ ബോർഡിൽ 3-3. അർജന്റീനയും ഫ്രാൻസും ഒപ്പത്തിനൊപ്പം. ഈ ലോക ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് പെനാൽറ്റി ഷൂട്ടൗട്ടായിരിക്കും. ആർക്കൊപ്പം കിരീടം? 2018 ഫ്രാൻസ് വീണ്ടും കിരീടം നിലനിർത്തുമോ? അർജന്റീന വർഷങ്ങൾക്കു ശേഷം ലോക കിരീടം സ്വന്തമാക്കുമോ? എല്ലാത്തിനും അറിയാം. ഇനി 10 പെനാൽറ്റി കിക്കുകൾ. ആരാണ് ലോക ചാമ്പ്യന്മാരെന്ന് ഇതിലൂടെ അറിയാം. ആദ്യ പെനാൽറ്റി കിക്ക് എടുക്കുന്നത് കിലിയൻ എംബാപ്പയാണ്. എമിലിയാനോ ഒരു മികച്ച സേവ് നടത്തി നോക്കിയെങ്കിലും പക്ഷേ പന്തിനെ ഗോൾ വലയിൽ നിന്ന് അകറ്റാൻ എമിലിയാനോക്ക് സാധിക്കുന്നില്ല. അർജന്റീനക്കായി ലിയോ മെസ്സി കിക്ക് എടുക്കുന്നു. ഒരു അനായാസ പെനാൽറ്റി. ലോറിസിനൊന്നും ചെയ്യാനാകുന്നില്ല. അർജന്റീന 1 ഫ്രാൻസ് 1.
പെനാൽറ്റിയും ഒപ്പത്തിനൊപ്പം ആദ്യ കിക്കുകൾ ഇരു ടീമുകളും ലക്ഷ്യത്തിലെത്തിച്ചിരിക്കുന്നു. എംബാപ്പയും ലിയോ മെസ്സിയും. ഫ്രാൻസിനായി കിങ്സ്ലി കോമന്റെ പെനാൽറ്റി. പക്ഷേ ഇത്തവണ എമിലിയാനോയുടെ കൈകളിൽ ഫ്രാൻസിന്റെ കോമന്റെ പെനാൽറ്റി അദ്ദേഹം തടഞ്ഞിടുന്നു. തിങ്ങി നിറഞ്ഞ അർജന്റീന ആരാധകർ അവിടെ ആഘോഷ നൃത്തമാടുന്നു. എമിലിയാനോ വീണ്ടും ഇതാ രക്ഷക്കെത്തിയിരിക്കുന്നു. പിന്നെ കണ്ടത് ഡിബാലയുടെ പെനാൽറ്റിയാണ്. ലോറിസിന് ഒരു അവസരവും നൽകാതെ പന്തിനെ കൃത്യം മധ്യത്തിലേക്ക് തന്നെ ഡിബാല പായിക്കുന്നു. അർജന്റീന 2 ഫ്രാൻസ് 1. പിന്നെയുള്ള ഷോട്ടും പുറത്തേക്ക്. ഇത് എമിലിയാനോയുടെ അതിബുദ്ധിയാണോ? ഒരു അവസരവും നൽകാതെ എമിലിയാനോ ഒരു മുടുനീളം ഡേവ് ചെയ്തെങ്കിലും പക്ഷേ തുഷമെനി പന്തിനെ പുറത്തേക്ക് അടിച്ചു കളയുന്നു. പിന്നെയുള്ളത് ലിയാൻഡ്രോ പെരഡസിന്റെ ഷോട്ടാണ്. ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ പന്ത് ഗോൾ വലയിൽ വിശ്രമിക്കുന്നു. അർജന്റീന 3 ഫ്രാൻസ് 1. ലോറിസ് ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ആ പവർഫുൾ ഷോട്ടിനെ തകർക്കാൻ അത് മതിയാവുമായിരുന്നില്ല. ലിയാൻഡ്രോ പെരഡസ് കൂടി ഗോൾ വല ചലിപ്പിക്കുന്നു. കിരീടം അർജന്റീനയുടെ കൈയെത്തും ദൂരത്ത്. അങ്ങനെ കോളോമുവാനിയുടെ ഷോട്ട്. പക്ഷേ ഇത്തവണ എമിലിയാനോ മാർട്ടിനസിന് ലഭിക്കുന്നില്ല. പന്ത് മധ്യത്തിലേക്ക് പോകുന്നു. ഒന്ന് കിട്ടിയെന്ന് തോന്നിച്ചെങ്കിലും പക്ഷേ കോളോമുവാനിയുടെ ഷോട്ട് ഗോൾ വലയിൽ. അർജന്റീന 3 ഫ്രാൻസ് 2. അവസാന പെനാൽറ്റി എടുക്കാൻ വരുന്നത് ഗോൺസലോ മോണ്ടിയലാണ്. ഈ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചാൽ വർഷങ്ങളുടെ കത്തിരിപ്പ് അവസാനിക്കും. മോണ്ടിയലിന്റെ പെനാൽറ്റി. അർജന്റീന ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. തിങ്ങി നിറഞ്ഞ ലുസൈൽ സ്റ്റേഡിയവും ലോകവും അർജന്റീൻ ആർപ്പുവിളികളാൽ മാത്രം. മോണ്ടിയലിന്റെ അവസാന പെനാൽറ്റി ഗോൾ വല ചുംബിക്കുമ്പോൾ ലുസൈൽ സ്റ്റേഡിയത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാമായിരുന്നില്ല. കാരണം അവരുടെ സ്വന്തം ടീം അർജന്റീന ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. അർജന്റീൻ താരങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി. എത്ര മനോഹരമായ അധ്യായം. ലിയണൽ മെസ്സിയും കൂട്ടരും ആ ലോക കിരീടം ഖത്തറിന്റെ മണ്ണിൽ വെച്ച് ഉയർത്തപ്പെടുകയാണ്. ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീനയുടെ ആ ലോഗോക്ക് മുകളിൽ 3ാം നക്ഷത്രവും രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന്റെ നീണ്ട 32 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ലിയോ അവിടെ കിരീടമുയർത്തുകയാണ്. ഇനി 2026 വേൾഡ് കപ്പാണ്. ഫ്രാൻസും അർജന്റീനയും എല്ലാം ഫേവറേറ്റ് ലിസ്റ്റിലെ മുൻപന്തിയിലുള്ള ടീമുകളാണ്. ആരുയർത്തും കിരീടം?